ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സാമ്പാർ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളിയാണ്. 10 മിനിറ്റിൽ തന്നെ നമുക്ക് സാമ്പാറിന്റെ പണി കഴിയൂട്ട. അത്രയും എളുപ്പമാണ്. 1/4 കപ്പ് തോരപ്പരിപ്പ് എടുത്ത് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം കഷ്ണങ്ങളും പരിപ്പും വേവാനുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. കുറച്ച് കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും മുറിച്ച് വെച്ചിട്ടില്ല, അത് കറുത്ത് പൂവിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ഇത് രണ്ടും ഒന്ന് മുറിച്ചെടുക്കാം. കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തു. കഷ്ണങ്ങൾ തന്നെ വേണം, നിർബന്ധമില്ല കേട്ടോ. ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അത് എടുത്താൽ മതി. വെളുത്തുള്ളി, 2 പച്ചമുളക്, മത്തങ്ങ, ബീൻസ്, വെണ്ടയ്ക്ക, ക്യാരറ്റ്, വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, സവോള. ഇതിലേക്ക് തക്കാളി നമ്മൾ 2ആയിട്ട് കീറി അങ്ങനെയാണ് ഇടേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ. സാമ്പാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പൊ കുറച്ചിടാം. കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് 1 വിസിൽ ഇട്ടെടുക്കാം. പരിപ്പ് കുതിർത്തി വെച്ച കാരണം 1 വിസിലിൽ തന്നെ വെന്ത് കിട്ടും. ആറ് പോയി നമുക്ക് തുറക്കാം. എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും, ഒറ്റ വിസിലിൽ എങ്ങനെ പരിപ്പ് വെന്ത് കിട്ടും എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, പരിപ്പ് നല്ലോണം വെന്തു. നമ്മൾ കുതിർത്തി വെച്ചിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ പരിപ്പ് നല്ലോണം വേവും. അതുപോലെ പച്ചക്കറി ഒന്നും ഉടഞ്ഞിട്ടുമില്ല. ഇതിലിപ്പം നമ്മളിട്ട തക്കാളി മാത്രം ഞാൻ മാറ്റുന്നുണ്ട്. 4 പീസും മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ പുളി ചേർക്കാം. സാമ്പാർ എന്തോരം നിങ്ങൾ ഉണ്ടാക്കണ അതനുസരിച്ച് പുളി ചേർത്തോളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഉപ്പും പുളിയൊക്കെ കറക്റ്റാണോ നോക്കാം. നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാനത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 6-7 ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് വേപ്പില, 2 ചുവന്ന മുളക്, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഉള്ളി നല്ല ബ്രൗൺ കളർ ആവണ വരെ ആക്കിയെടുക്കാം. ഉള്ളി നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായ തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി നല്ലോണം ഉടച്ചു കൊടുക്കണം. തക്കാളി നല്ലോണം ഉടഞ്ഞതിന് ശേഷം റെഡിയാക്കി വെച്ചേക്കുന്ന സാമ്പാർ ചേർക്കാം. ഇനി എല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളക്കട്ടെ. ഇത് നല്ലോണം തിളച്ചു. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. സാമ്പാറൊക്കെ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് പോലും വേണ്ട. ഒരു അടിപൊളി വെറൈറ്റി സാമ്പാർ റെഡിയാക്കാൻ. എല്ലാറ്റിനും കോമ്പിനേഷൻ ആട്ടോ. ചോറിന്, ചപ്പാത്തിക്ക്, ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാറ്റിനും അടിപൊളി സാമ്പാറാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.